മലബാറിലെ ശ്രദ്ധേയമായ തെയ്യക്കവുമാണ് മുച്ചിലോട്ട് ഭഗവതി. അറിവ് നേടിയതിന്റെ പേരിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന കന്യകയുടെ കഥയാണ് ഈ തെയ്യത്തിന്റെ ഇതിവൃത്തം. കണ്ണൂർ വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ കെട്ടിയാടിയ തെയ്യം കാണാൻ നിരവധി പേരാണെത്തിയത്. വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതി കോലം കെട്ടിയത് രാജേഷ് പെരുവണ്ണാൻ പടിയൂർ ആയിരുന്നു. പ്രകൃതിയോടിണങ്ങി സഹപ്രതിഷ്ഠകളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രമുറ്റത്ത് തെയ്യം ചുവടുവെച്ചു. പെണ്ണായി പിറന്നവളുടെ അറിവന്വേഷണത്തിലും ആത്മാഭിമാനത്തിലും ഉയർത്ത ദൈവസങ്കല്പമാണ് മുച്ചിലോട്ട് ഭഗവതി. തലമുറകളെ കോരിത്തരിപ്പിച്ച ആ വീരേതിഹാസം ഇന്നലെ ഒരിക്കൽ കൂടി തിരുമുടി വിടർത്തി. ഐതിഹ്യവും ആചാരവും മാത്രമല്ല, ചരിത്രകാലത്തെ ജീവിതത്തിന്റെ അടരുകളും മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തത്തിലുണ്ട്. ഇന്നത്തെ തളിപ്പറമ്പ് അന്നത് പെരിഞ്ചല്ലൂർ ദേശമായിരുന്നു. ബ്രാഹ്മണ പണ്ഡിതരുടെ ആസ്ഥാനം. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ബ്രാഹ്മണർ തർക്കശാസ്ത്രത്തിലെ മികവറിയിക്കാൻ പെരിഞ്ചല്ലൂരിലെത്തി. ആ തർക്കമണ്ഡലത്തിലെ വാശിക്ക് ചിലപ്പോഴെങ്കിലും നിഷ്കളങ്കർ ഇരയായിട്ടുമുണ്ട്. അങ്ങനെയൊരു കഥയാണ് മുച്ചിലോട്ട് ഭഗവതിയുടേത്. പെരിഞ്ചല്ലൂരിലെ പേരുകേട്ട മനയായിരുന്നു രയരമംഗലം. വംശാവലി തുടരാൻ സന്താനമില്ലാത്ത ദുഃഖത്തിൽ രയരമംഗലം തിരുമേനിയുടെ പ്രാർത്ഥനയിൽ ദൈവങ്ങൾ കലിവുണ്ടായി ഒരു പെൺമകൾ ജനിച്ചത്രേ. സകല വിദ്യകളിലും അവൾ ഒന്നാമതായി. സർവ്വ അറിവും സ്വായത്തമാക്കി മിടുക്കിയായി വളർന്നു. കേമന്മാരെന്ന് സ്വയം നടിച്ച പണ്ഡിതരെല്ലാം പെരിഞ്ചല്ലൂരിലെ തർക്കശാസ്ത്രവേദികളിൽ അവളുടെ മികവിന് മുന്നിൽ മുട്ടുകുത്തി. അഹന്തയ്ക്ക് മുറിവേറ്റ ബ്രാഹ്മണ്യം പുരാണത്തിലെ പതിവ് പോലെ ആ പെൺകുടിയെ ചതിച്ചു കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. ആദ്യ 2 ദിവസവും തർക്കത്തിൽ തോറ്റു തുന്നമ്പാടിയ പണ്ഡിതർ 3-ാം ദിനം ഒരു ചോദ്യ കുരുക്കെറിഞ്ഞു. ഈ ലോകത്തെ ഏറ്റവും വലിയ വേദനയെന്ത്? ഏറ്റവും വലിയ സുഖമേത്? സർവ്വ അറിവുകളും നേടിയ അവൾക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഏറ്റവും തീവ്രവേദന പ്രസവ വേദന, ഏറ്റവും വലിയ സുഖം രതിസുഖമെന്നും ശങ്ക ഏതുമില്ലാതെ അവൾ ഉത്തരം നൽകി. പണ്ഡിത ബ്രാഹ്മണരുടെ മുഖത്ത് വിജയച്ചിരി വിടർന്നു. കന്യകയായ പെണ്ണിന് രതിസുഖത്തെക്കുറിച്ചും പ്രസവവേദനയെക്കുറിച്ചും എങ്ങനെ അറിയാം? ഇല്ലാ കഥകൾ നാട്ടിൽ കാറ്റുപോലെ പടർന്നു. ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയ ഇല്ലത്ത് നിന്ന് അവൾ ഇറങ്ങി. കരിവെള്ളൂരപ്പന്റെയും ദയരമംഗലത്ത് ഭഗവതിയുടെയും മുന്നിലെത്തി നിന്ന് നെഞ്ചുപൊട്ടി സങ്കടം പറഞ്ഞു. പിന്നാലെ അവൾ സ്വയമൊരു അഗ്നികുണ്ഡമൊരുക്കി. മുച്ചിലോട്ട് പടനായരുടെ എണ്ണ കത്തിയാളിയ തീയിലേക്ക് ചാടി ആ പെൺകുട്ടി ആത്മാഹുതി ചെയ്തു. പേടിച്ചരണ്ട പടനായർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒഴിഞ്ഞ എണ്ണപാത്രം നിറഞ്ഞിരിക്കുന്നു. ആത്മാഹുതി ചെയ്ത ആ പെൺകുട്ടി ദൈവമായി പുനർജനിച്ചുവെന്ന് ഐതിഹ്യം. അവളങ്ങനെ മുച്ചിലോട്ടെ കുലദേവതയായി. മണക്കാട് ഗുരുക്കളാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ വേഷവും ഉടുത്തുകെട്ടും മുഖത്തെഴുത്തും ചുവടുകളും ചിട്ടപ്പെടുത്തിയതെന്നാണ് വിശ്വാസം. മണിക്കിണറിൽ സ്വരൂപം ദർശിക്കുന്നതുൾപ്പെടെ നിരവധി ചടങ്ങുകൾ ഈ തെയ്യത്തിനുണ്ട്. മറ്റ് തെയ്യങ്ങളെപ്പോലെ ചടുലമായ ചുവടുകൾ ഈ തെയ്യത്തിനില്ല. സ്വാത്വികമാണ് ഭാവം. ആകാശത്തോട് ഉപമിക്കുന്ന തിരുമുടിയും കടലായി സങ്കല്പിക്കുന്ന ഉടയാടയുമണിഞ്ഞ് നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയെത്തുന്ന മുച്ചിലോട്ട് ഭഗവതി അന്നദായിനിയാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.